Hello everyone, welcome back to my channel. Today we are going to discuss about Python math functions. Python math functionsൽ math module എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യം വരുന്നത് നമ്മുടെ കയ്യിൽ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ റൗണ്ട് ആക്കി മാറ്റാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിനുവേണ്ടി രണ്ട് ഫംഗ്ഷനാണ് മാത്ത് മൊഡ്യൂൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് math.ceil എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, രണ്ടാമത്തെ math.floor എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. സോ ഈ math.ceilഉം math.floorഉം തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളത് നോക്കാം. math.ceil ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ അത് റൗണ്ട് അപ്പ് ചെയ്ത് അതിന്റെ നിയറസ്റ്റ് ഇൻറ്റിജർ ആക്കി മാറ്റാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ആദ്യം ഇമ്പോർട്ട് മാത്ത് ചെയ്യാണ്. സോ നമ്മുടെ മാത്ത് മൊഡ്യൂൾ ഇമ്പോർട്ട് ആവും. അതിനുശേഷം ഞാനിതിൽ math.ceil എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്. ceil ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാനിവിടെ 4.3 എന്ന് പറയുന്ന നമ്പറാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അതിനെ റൗണ്ട് അപ്പ് ചെയ്ത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഇൻറ്റിജർ ആക്കിയിട്ട് മാറ്റും. സോ ഇത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ എന്ത് ചെയ്യാൻ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് math.floor എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതാണ്. math.floor എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ അത് എടുത്തിട്ട് റൗണ്ട് ഡൗൺ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇതിൽ നമ്മൾ math.floor എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ 4.3 ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റൗണ്ട് ഡൗൺ ചെയ്തിട്ട് 4 ആക്കി മാറ്റും. അപ്പം ഈ രണ്ട് ഫംഗ്ഷൻസ് നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ റൗണ്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് രണ്ട് നമ്പേഴ്സ് തന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മോഡ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. അപ്പം അതിൽ math.fmod എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. math.fmod x, y ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ x ഡിവൈഡഡ് ബൈ y ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്താണോ അതാണ് ഈ ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഞാനിതിൽ math.fmod എന്ന് പറഞ്ഞ എൻ്റെ ഫംഗ്ഷൻ എടുത്തിട്ട് ഞാൻ 10 x ആയിട്ട് കൊടുക്കുകയാണ്, 3 y ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിൽ റിമൈൻഡർ വരുന്നുണ്ടാവാം. 10നെ 3 കൊണ്ട് നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ വരുന്നുണ്ടാവാം. 1 ആയിരിക്കും. നമുക്കത് കിട്ടുന്നുണ്ടോ നോക്കാം. ഇതിൽ 1.0 വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ രണ്ട് നമ്പേഴ്സിൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കുന്നത്. അടുത്തത് നമ്മൾ എക്സ്പെണൻഷ്യൽ വാല്യൂ ഓഫ് നമ്പർ കണ്ടുപിടിക്കാൻ പോവാണ്. അതായത് നമ്പർ തന്നിട്ട് അതിൻ്റെ എക്സ്പെണൻഷ്യൽ വാല്യൂ കാണാം. ഫോർ എക്സാമ്പിൾ, ഇതിൽ math.exp എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഒരു നമ്പർ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ 2 എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പൊണൻഷ്യൽ വാല്യൂ എനിക്ക് കിട്ടുന്നുണ്ടാവാം ഇത്രയായിരിക്കും. സോ നമുക്ക് ഈസി ആയിട്ട് exp എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എക്സ്പൊണൻഷ്യൽ വാല്യൂ ഏത് നമ്പറിൻ്റെയും എക്സ്പൊണൻഷ്യൽ വാല്യൂ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അടുത്ത് നമ്മൾ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനായിട്ട് പോകണം. അതിന് നമ്മൾ math.factorial എന്നൊരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ math.factorial എന്നിട്ട് അതിലേക്ക് ഞാനൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5ൻ്റെ ഫാക്ടോറിയൽ, അതായത് 5 × 4 × 3 × 2 × 1 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. അത് 120 ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് math.factorial എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് math.sqrt എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ math.sqrt അതിൻ്റെ ഉള്ളിൽ ഞാൻ 4 കൊടുക്കുകയാണ്. അപ്പോൾ 4ൻ്റെ സ്ക്വയർ റൂട്ട് വരുന്ന 2 ആണ്. നമ്മളിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2.0 എന്ന് പറഞ്ഞിട്ട് ഒരു ആൻസർ കിട്ടും. ഇനി അടുത്തത് രണ്ട് നമ്പേഴ്സിൻ്റെ പവേഴ്സ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ POW, അതായത് math.pow എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ x and y ആണ്, രണ്ട് നമ്പേഴ്സാണ് പാരാമീറ്റർ ആയിട്ട് കൊടുക്കുന്നത്. അപ്പം ഇതിൽ റൈസിങ് x to the power of y, അതായത് എക്സിൻ്റെ പവർ ഓഫ് y ആണ് നമ്മളിതിൽ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിതിൽ math.pow അതിൻ്റെ ഉള്ളിൽ 2, 4 ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമുക്കിതിൽ 2 × 2 × 2 × 2 എന്ന് പറയുന്നതിൻ്റെ ആൻസർ ആയിരിക്കും ഇതിൽ കിട്ടുന്നുണ്ടാവാം. ആൻഡ് അത് 16.0 ആണ് വരുന്നത്. ഇനി അടുത്തത് കോൺസ്റ്റൻസ് ആയ പൈയും യൂലേഴ്സ് നമ്പറും കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ പൈ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് math.pi എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. math.pi കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ കോൺസ്റ്റന്റ് കിട്ടും. അപ്പോൾ തന്നെ math.e കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂലേഴ്സ് നമ്പറും കിട്ടും. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് മാത്ത് മൊഡ്യൂളിൽ പഠിക്കാൻ വരുന്ന കുറച്ച് ഫംഗ്ഷൻസ്. So that's all about today's video, guys. If you enjoyed this video, don't forget to like, subscribe and hit the notification bell for more Python videos. Thanks for watching and I will see you in the next video.